കർക്കിടകം 1 നടത്തുന്ന മഹാഗണപതി ഹോമം ആനയൂട്ട് പരിപാടികൾക്ക് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ജൂലൈ 16 രാവിലെ 5 മണിക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമം ആരംഭിക്കും. 60ഓളം തിരുമേനിമാർ സഹകാർമ്മികത്വം വഹിക്കും. മഹാഗണപതി ഹോമത്തിന് 12,008 നാളികേരം, 2000 കിലോ അവിൽ, 2000 കിലോ ശർക്കര, 350 കിലോ മലർ, 60 കിലോ എള്ള്, 50 കിലോ തേൻ, കരിമ്പ്, ഗണപതി നാരങ്ങ എന്നീ ദ്രവ്യങ്ങളാണ് ഉപയോഗിക്കുക. കൂടാതെ മുന്തിരി, കൽക്കണ്ടം, ചുക്കുപൊടി, ജീരകപ്പൊടി മുതലായവയും ഉണ്ടാകും. രാവിലെ 9:30 ആനയൂട്ട് ആരംഭിക്കും. ഈ വർഷം 70ഓളം ആനകൾ പങ്കെടുക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി TR ഹരിഹരനും എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് വാര്യരും പറയുന്നു. ഇപ്രാവശ്യം നമ്മൾ ഇത് 42ാമത്തെ പ്രാവശ്യമാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടക്കുന്നത്. 1982 തൊട്ട് തുടങ്ങി ഒരു കൊല്ലവും മുടക്കമില്ല. ഇപ്പോൾ കോവിഡ് കാലത്ത് നമ്മൾ ഒരാനയ്ക്ക് വെച്ച് ആനയൂട്ട് നടത്തിയിട്ടുണ്ട്. പിന്നെ കോവിഡ് കാലത്ത് ഈ ഗജപൂജ നടക്കുമ്പോൾ 2021 15 ആനകൾക്ക് വെച്ച് ഇവിടെ തൃശ്ശൂർ ലോക്കലുള്ള ആനകൾ വെച്ച് ഗജപൂജ നടത്തി. ഇക്കൊല്ലം വളരെ വിപുലമായ രീതിയിലാണ് നമ്മൾ ആനയൂട്ട് നടത്താൻ പോകുന്നത്. 70ഓളം ആനകളുണ്ട്. കാലത്ത് 5 മണിക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ 12,008 നാളികേരം കൊണ്ടുള്ള ഹോമക്കൂട്ടാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ തലേദിവസം തന്നെ പണി. ഏകദേശം 60ഓളം തിരുമേനിമാരുണ്ടാവും. ഇത്രയും വലിയൊരു ഹോമക്കൂട്ട് ഉണ്ടാക്കുന്നത് വടക്കുന്നാലിൽ മാത്രമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. വടക്കുന്നാലിൽ നമ്മളെല്ലാ ഒരുക്കങ്ങളും തീർക്കുകയാണ്. ആനകൾ പടിഞ്ഞാറ് ഗോപുരത്തിൽ കൂടെ വന്ന് കിഴക്കേ ഗോപുരം വഴി പുറത്തേക്ക് പോകും. പിന്നെ ഭക്തജനങ്ങൾക്ക് വരാൻ റാമ്പ് സംവിധാനം ഒരുക്കുന്നുണ്ട്. ആനയൂട്ട് 1 കോടി രൂപയ്ക്ക് ഇൻഷുർ ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ എല്ലാ ജില്ലകളിൽ നിന്നും ആനകൾ പങ്കെടുക്കുന്നുണ്ട്. ഈ വർഷം ആദ്യമായി 15ഓളം പിടിയാനകളും പങ്കെടുക്കും. ക്ഷേത്ര മേൽശാന്തി പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരി ചെറിയ ആനയ്ക്ക് ആദ്യ ഉരുള നൽകും. ആനയൂട്ടിന് 500 കിലോ അരിയുടെ ചോറ് ഉരുളകളാക്കി നൽകും. കൂടാതെ പൈനാപ്പിൾ, കക്കിരി, പഴം, മാമ്പഴം മുതലായ 8ഓളം പഴവർഗ്ഗങ്ങൾ കൂടി ചേർത്ത് വിഭവസമൃദ്ധമായ സദ്യയാണ് ആനകൾക്ക് ഒരുക്കുന്നത്. കൂടാതെ 10,000 പേർക്ക് അന്നദാനവും ഒരുക്കുന്നുണ്ട്. വൈകിട്ട് വിശേഷാൽ ഭഗവതി സേവയും ഉണ്ടായിരിക്കും. ആനയൂട്ട് 1 കോടി രൂപയ്ക്ക് ഇൻഷുർ ചെയ്തതായും അധികൃതർ അറിയിച്ചു. ACV ന്യൂസ്, തൃശൂർ.